guys, welcome back to our YouTube channel. Appo guys, എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമ്മളിപ്പോ എവിടെയാണ്? അപ്പൊ ഗൈസ് ഇന്ന് ഓണമാണ്. അപ്പം നമ്മൾ ഇപ്പൊ ഉള്ളത് വല്യമ്മച്ചി വീട്ടിലാണ്. എന്താ പരിപാടി? നമ്മൾ ഓണം ആഘോഷിക്കുന്നതാണ്. ആകെ 4-5-10 ആൾക്കാർ നമ്മളുണ്ട്. ഗൈസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്കാരൊന്നും ഇല്ല, കുറവാണ്. പക്ഷെ നമ്മൾ മാത്രം വെച്ച് അടിപൊളിയാക്കും. കുറച്ച് പേരും കൂടി വരാനുണ്ട്. പിന്നെ ഇനി വരാനുണ്ട്. അപ്പൊ അവരൊക്കെ ആവുമ്പത്തേക്ക് സെറ്റ് ആവും. പിന്നെ ആമ്പിള്ളേർ കുറവാണ്, ജോലിയാണ്, അവർക്ക് ഒന്നും ലീവില്ല ഗൈസ്. അതെ, അച്ഛന് ടെമ്പിൾ ഡേറ്റ് പോയിക്കാണ് എന്ന് പറയാൻ പറഞ്ഞു. ടെമ്പിൾ ഡേ നമ്മൾ ജേക്കബ് പേപ്പനൊക്കെ വെച്ച് കളിക്കും. നമുക്കാണോ ആക്കല്ലേ? അതെ അതെ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇതൊന്നും ആവില്ല കേട്ടോ, നമ്മുടെ ഇവിടുത്തെ വൈബ്. അതെ, ആൾക്കാർ വരും. നമ്മൾ കുറച്ച് പേരൊക്കെ മതി തന്നെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓണം ആഘോഷിക്കാം. ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ് വേണമെങ്കിൽ കണ്ടോളൂ. ഓക്കെ, നെക്സ്റ്റ് വരൂ. അമ്മു സുന്ദരിയുണ്ട് കേട്ടാ. അജി കമോൺ. നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുവാണ് പരിപാടി തുടങ്ങാൻ. എന്താ അങ്ങനെ പോണേ? മഴക്കാരൊക്കെ വരുന്നുണ്ട്, അറിയില്ല മഴ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മുടെ ഓണാഘോഷം ഇവിടെ തുടങ്ങുവാണ്. ബാക്കിൽ ഫുൾ കളബലയാണ് ഗൈസ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഓണം പരിപാടി തുടങ്ങാം. അപ്പൊ ഗൈസ് നമുക്ക് പ്രാർത്ഥന ഗാനം ആദ്യം തന്നെ ആലപിക്കുന്നത് നമ്മുടെ ജേക്കബ് പേപ്പനാണ്. ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ജേക്കബ് പേപ്പനാണ് പ്രാർത്ഥന ഗാനം. ഏതാണ് പേപ്പ പാട്ട്? എണ്ണി സ്തുതിക്കുവാൻ. ഓക്കെ, ഭക്തിഗാനത്തോടു കൂടി നമുക്കത് തുടങ്ങാം. ജേക്കബ് പേപ്പനാണ് ഭക്തിഗാനം പാടുന്നത്. എണ്ണി സ്തുതിക്കുവാൻ താങ്ങിയ നാമമേ, ഉന്നം വെച്ച വൈരിയും കണ്ണിൻ മുന്നിൽ പതറാതെ. നമ്മൾ കസാരകളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അയ്യോ, സാരില്ല ഔട്ടായിട്ടാ. സാരില്ല, ഇതൊക്കെ വിജയവും ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. നമുക്ക് അടുത്ത ഗെയിമിൽ ജയിക്കാട്ടാ.
അങ്ങനെ ഗായ്സ് നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഈ തിരുവാതിര കളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് സ്പോട്ടിൽ കൊറിയോഗ്രാഫി ചെയ്ത് അങ്ങനെ കളിക്കണതാണ്, വെറുതെ ഇങ്ങനെ പാട്ടിട്ടിട്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓണം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നത്തെ പ്രാവശ്യത്തെ ഓണം നമ്മൾ അത്യാവശ്യം ഡാൻസൊക്കെ പഠിച്ച് അത്യാവശ്യം മുന്നേ തന്നെ പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ നടത്തിയ ഓണമാണ്. അതുകൊണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഓണം രസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഡാൻസൊന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കളിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ജസ്റ്റ് വെറുതെ അപ്പം തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് വെറുതെ അങ്ങനെ കളിക്കലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.